ഫസ്റ്റ് കണ്ടപ്പോൾ സൂപ്പർ അല്ലേ, അതുകൊണ്ടല്ലേ സെക്കൻഡിന് ഞാൻ ഇപ്പോൾ ഈ കുപ്പി ഇറക്കിയിട്ട് ഞാൻ വരുന്നത്. അത് ചന്ദനമായാലും ചതിക്കില്ല. വലിയേട്ടന് ഉറുമി എടുക്കാനേ അറിയാവും, വീശ അറിയില്ല. വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ല, നോർമൽ തെലുങ്ക് കത്തിപ്പടം പോലെ. ഇതുപോലെ 1000 കോടി വന്നല്ലോ, 1000 കോടി അടിക്കുന്നു പറഞ്ഞിട്ട് തള്ളി കങ്കു വന്നല്ലോ. ഫയർ ആയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഫയർ ആവുന്ന അവസ്ഥയായി പോകും. എന്റെ മനസ്സിൽ അത് കൊള്ളാം, ജയിക്കുമെന്നാണ്. നൂറുക്ക് 100% ഗ്യാരണ്ടിയാണ്. കാര്യം അതൊരു ദുഃഖത്തിനും പൊരുത്തനെയും വക വയ്ക്കാത്ത ഒരാൾ. അത് ചന്ദനമായാലും അത് ഏതായാലും പുഷ്പ ചതിക്കില്ല. അതാണ് പുഷ്പ, അതാണ് സിനിമ, അതാണ് കഥ. ഫസ്റ്റ് കണ്ടപ്പോൾ സൂപ്പർ അല്ലേ, അതുകൊണ്ടല്ലേ സെക്കൻഡിന് ഞാൻ ഇപ്പോൾ ഈ കുപ്പി ഇറക്കിയിട്ട് ഞാൻ വരുന്നത്. ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പുഷ്പ തൻ്റെ ഇടമുള്ള പെണ്ണും പിള്ളേ ഏവനൊന്ന് ചവിട്ടി കൂട്ടാൻ പോയോ. 100ക്ക് 100 ഡണ്ണാണ്. ഞാൻ മമ്മൂട്ടിയുടെ വലിയേട്ടൻ കാണാം. വലിയേട്ടന് ഉറുമി എടുക്കാനേ അറിയാവും, വീശ അറിയില്ല. വിജയുടെ പടവും ഞാൻ കാണുന്ന കാത്തിരിക്കുക. വെയിറ്റിങ്ങെല്ലാം ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പോകില്ല. ഞാൻ റിസർവേഷൻ എത്ര മണിക്കാണോ ഫുള്ളാണോ എന്നറിയില്ല. 4 മണിക്ക്. എന്ത് ഡയലോഗ് ഇത്. പുഷ്പ 7 കടലും താണ്ടിപ്പോവും. പുഷ്പ ഫയറാണ്, ഡെണ്ണാണ്. ചിരഞ്ജീവിയുടെ ചേരാറിനല്ലോ. ഇത് പുഷ്പ 1 കണ്ടിട്ടുണ്ട്, പുഷ്പ 2 കണ്ടില്ല. പുഷ്പ 1 കൊള്ളായിരുന്നു, പുഷ്പ 2 കൊള്ളാമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നാളെ ഇറങ്ങി പോസ്റ്ററൊക്കെ കണ്ട് അവിടെയൊക്കെ. എന്റെ മനസ്സിൽ അത് കൊള്ളാം, ജയിക്കുമെന്നാണ്. എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. പുഷ്പ സൂപ്പറാണ്, സൂപ്പറാണ്. വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ല, നോർമൽ തെലുങ്ക് കത്തിപ്പടം പോലെ തോന്നുന്നത്. ഞാൻ കാണാൻ അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പൊ കങ്കു കണ്ടില്ല, നിലത്ത് കണ്ടില്ല. ഞാൻ കങ്കു കണ്ടില്ല, എല്ലാവരും പറയുന്നത് കേട്ടോ. എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. പടം ഇറങ്ങട്ടെ, 10,000 കോടിയുടെ ബിസിനസ് ഒക്കെ നേടിയെന്നൊക്കെ പറയുന്നില്ലേ. എന്താവുന്നതിന് നാളെ അറിയാം. വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. കത്തിക്കാതെ എന്തായാലും കത്തിക്കും. കാരണം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുറെ ഏറ്റെടുത്തല്ലേ പുഷ്പ 1. അപ്പോൾ എല്ലാവരും നാളെ ഇനിഷ്യലി കയറുമായിരിക്കും. നാളെ പടം നോർമൽ ക്ലീഷ് ആവുമെന്നാണ് ട്രെയിലർ കണ്ടു തോന്നുന്നത്. പടം ഇറങ്ങിയിട്ട് കാണാം. ട്രെയിലർ കണ്ടിട്ട് കൊള്ളാം, അടിപൊളിയാണ്. എക്സൈറ്റ്മെന്റ് ആണ്, നാളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താ തോന്നുന്നു, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കൊള്ളാം, നല്ല ട്രെയിലർ കൊള്ളാം. കുറച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് ചെയ്ത പോലെ ഉണ്ട്. അത്ര തന്നെ, പ്രത്യേകിച്ച് പടം കണ്ടിട്ട് പറയാം എല്ലാ കാര്യങ്ങളും. നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യമില്ലല്ലോ. ഇതുപോലെ 1000 കോടി വന്നല്ലോ, 1000 കോടി അടിക്കുന്നു പറഞ്ഞിട്ട് തള്ളി കങ്കു വന്നല്ലോ. പടം കണ്ടിട്ടേ പറയാൻ പറ്റുമല്ലോ. അത് ട്രെയിലറോ ടീസറോ കണ്ടിട്ട് നമുക്ക് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ട്രെയിലർ വളരെ നല്ല രസമുണ്ട്. ഒരു KGF പോലെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് വളരെ ഹൈപ്പ് കൊടുക്കുന്ന എല്ലാ സാധനവും വലിയ ഫ്ലോപ്പാണ്. നമുക്ക് എന്തെങ്കിലും കണ്ട് അറിയാം പുഷ്പ എന്താണെന്ന്, അല്ലേ. ഫയർ ആയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഫയർ ആവുന്ന അവസ്ഥയായി പോകും. പ്രതീക്ഷയുണ്ട്, നമുക്ക് ഒരുപാട് ഹോപ്പ് കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. കണ്ടതിന് ശേഷം നമുക്ക് നല്ലൊരു അഭിപ്രായം പറയാം, അതായിരിക്കും പറ്റും. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. എഡിറ്റിംഗ് ആയിരുന്നാലും കളർ ഗ്രേഡിങ്ങും മ്യൂസിക്കൊക്കെ ആയിരുന്നാലും എന്തായാലും ഫസ്റ്റിനെ കാട്ടി സെക്കൻഡ് പാർട്ട് നല്ല സെറ്റായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഡേ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് വന്ന് കുറേ ഹൈപ്പ് പടങ്ങളെല്ലാം പോകുന്നുണ്ട്, പക്ഷേ അതേ കണക്കല്ല. ഇതെന്തായാലും നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കും. കത്തിക്കും, നോക്കാം. നമുക്ക് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. കുഴപ്പമില്ല. പടം ഫസ്റ്റ് പാർട്ട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സെക്കൻഡ് അല്ല ഒരു ഇതുണ്ട്. പിന്നെ നാളെ ഫസ്റ്റ് ഷോയിൽ വരണമെന്നുണ്ട്. പിന്നെ അത്ര എക്സ്പെക്റ്റേഷൻ ഇല്ല, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരിക്കും. പിന്നെ മേക്കിംഗ് നല്ല അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ആ മേക്കിങ്ങിന് വേണ്ടിയാണ് വരുന്നത്. തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയുള്ള പടമായിരിക്കും, എന്നുവെച്ചാൽ അവരെ മാസിന് വേണ്ടിയുള്ള പടമായിരിക്കും. അപ്പം ഓവർ ഹൈപ്പില്ലാതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലത്തില്ലായിരിക്കും. വർക്കാവാൻ ചാൻസ് നമ്മൾ അങ്ങനത്തെ ഇതിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. നമ്മൾ സാധാരണ നമ്മളൊരു നല്ല പടം കാണാൻ പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും. എനിക്കാണ് ഫാസ്റ്റ് ഫാസിലായിരിക്കും. കാരണം ഫാസ്റ്റ് ഫാസിലെല്ലാം പടത്തിൽ നല്ല സ്കോറിംഗ് ആണല്ലോ. ഈ പടത്തിൽ അങ്ങനെ നല്ലതായിരിക്കും. പിന്നെ അല്ലു അർജുൻ്റെ സ്വാഗ് അതിൽ കാണും, ഉറപ്പായി കാണും. കത്തിക്കുമെന്ന് തോന്നുന്നു, പക്ഷേ മാർക്കോ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട്. പുഷ്പ കുറച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം 2018 പുഷ്പ 1 റിലീസാവുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു സിനിമയായിരുന്നു. സോങ്സ് ആയാലും എല്ലാം, മേക്കിംഗ് ആയാലും. ഇപ്പോൾ പുഷ്പ 2 അതേപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് അല്ലു അർജുൻ എന്ന് പറയുമ്പോഴത്തേക്കും മലയാളം ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും ഫേവറേറ്റ് അതും തെലുങ്ക് ഒരു ആക്ടറാണല്ലോ. അപ്പോൾ കുറേ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സിനിമ ഉണ്ടായി കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും കുറേ ഫസ്റ്റിനെയും കാട്ടിലും സെക്കൻഡും കുറച്ചും കൂടി നല്ലൊരു ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സോങ്സ് എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു സോങ് കേട്ടായിരുന്നു, അത് കേൾക്കാൻ നല്ല രസമായിരുന്നു. അതേപോലെ ഇനിയും കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ നാളെ കാണാം ഇപ്പോൾ എന്താണ് ഉള്ളതെന്നൊക്കെ. നമ്മൾ കൂടുതൽ ഹൈപ്പ് കൊടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ സിനിമ കാണുന്ന പോലെ ചെന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു കൂടുതൽ നമ്മൾ ഹൈപ്പ് കൊടുത്ത് ചെന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാവുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഹൈപ്പ് കൊടുക്കാതെ ചെന്ന് നോർമൽ സിനിമ കാണുന്ന പോലെ കണ്ടിട്ട് എന്നിട്ട് നമ്മളെ റിവ്യൂ എന്താണോ അങ്ങനെ പറയാം. 3.5 മണിക്കൂർ എനിക്കൊന്ന് ഡയറക്ടർ ഇച്ചിരി നല്ലപോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയത്തില്ല, ഇപ്പോൾ നാളെ റിലീസ് ആകുമ്പോഴത്തേക്ക് എന്തായാലും അറിയത്തുള്ളൂ.